ബംഗ്ലാദേശിലെ കയറ്റുമതിക്ക് വലിയ സഹായമായിരുന്ന ട്രാൻസ്ഷിപ്മെന്റ് സംവിധാനം ഇന്ത്യ നിർത്തലാക്കി. ബംഗ്ലാദേശിൽ നിന്നുള്ള ചരക്കുകൾ നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് എത്തിക്കാനായി പ്രത്യേകമായി നൽകിയ സൗകര്യമാണ് ഇന്ത്യ റദ്ദാക്കിയത്. ബംഗ്ലാദേശിൽ നിന്നുള്ള കയറ്റുമതിക്കാർക്ക് ഏറെ പ്രയോജനപ്പെട്ടിരുന്ന സൗകര്യമായിരുന്നു ഇത്. ഇന്ത്യയിലെ വിമാനത്താവളങ്ങളും തുറമുഖങ്ങളും കയറ്റുമതിക്കായി ഉപയോഗിക്കാൻ ഈ സൗകര്യം ബംഗ്ലാദേശിനെ അനുവദിച്ചിരുന്നു. ഇന്ത്യയിലെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് സമുദ്രവുമായി ബന്ധമില്ലെന്നും അതിന് ബംഗ്ലാദേശ് അനിവാര്യമാണെന്നും ഉൾപ്പെടെയുള്ള ഇടക്കാല സർക്കാരിലെ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനുസിന്റെ പരാമർശത്തിന് പിന്നാലെയാണ് നീക്കം. ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലൂടെ നേപ്പാളുമായും ഭൂട്ടാനുമായും ബന്ധപ്പെടാൻ ചൈനയ്ക്കാകുമെന്ന തരത്തിലുള്ള പരാമർശമാണ് മുഹമ്മദ് യൂനുസ് നടത്തിയത്. 7 സഹോദരിമാർ എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ 7 വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ കരയാൽ മാത്രം ചുറ്റപ്പെട്ടതാണെന്നായിരുന്നു യൂനുസിന്റെ പരാമർശം. കടൽ ബന്ധമില്ലെന്ന് ചൂണ്ടിക്കാട്ടി കടൽ സുരക്ഷയിൽ ബംഗ്ലാദേശാണ് നിർണായകമെന്ന് സ്ഥാപിക്കാനാണ് യൂനുസ് ഈ പരാമർശത്തിലൂടെ ശ്രമിച്ചത്. കൂടാതെ ബംഗ്ലാദേശിൽ ഹസീനയുടെ പതനത്തിനു ശേഷം ഇടക്കാല സർക്കാർ അധികാരത്തിലെത്തിയതിനു പിന്നാലെ നടന്ന കലാപങ്ങളിൽ ഹിന്ദു ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെട്ടത് ഇന്ത്യയിൽ വലിയ ആശങ്കയ്ക്ക് കാരണമായി. 2024 ഓഗസ്റ്റിന് ശേഷം ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെ 2200-ലധികം ആക്രമണ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം വെളിപ്പെടുത്തി. ഈ വിഷയത്തിൽ ഇന്ത്യ പലതവണ ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ ഇത് സാമൂഹ്യ മാധ്യമങ്ങളിലെ തെറ്റായ പ്രചാരണമാണെന്ന് വാദിച്ചെങ്കിലും ഈ നിലപാട് ഇന്ത്യയെ തൃപ്തിപ്പെടുത്തിയില്ല. മാത്രമല്ല, സർക്കാർ വീണപ്പോൾ മുൻ പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് പലായനം ചെയ്തിരുന്നു. ഹസീനയെ തിരികെ വിട്ടുതരണമെന്ന ബംഗ്ലാദേശിന്റെ ആവശ്യം ഇന്ത്യ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾക്ക് ചരക്കുനീക്കം പെട്ടെന്ന് നടത്തുക എന്ന ഉദ്ദേശത്തോടെ നിരവധി ലാൻഡ് കസ്റ്റം സ്റ്റേഷനുകൾ അനുവദിച്ചിട്ടുണ്ട്. ഈ സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ ബംഗ്ലാദേശിന് 2020 മുതലാണ് അനുമതി നൽകിയത്. എന്നാൽ ഏപ്രിൽ 8-ന് കേന്ദ്ര പരോക്ഷ നികുതി ബോർഡ് ഇറക്കിയ സർക്കുലറിലാണ് ബംഗ്ലാദേശിന് നൽകിയിരിക്കുന്ന സൗകര്യങ്ങൾ റദ്ദാക്കുന്നതായി വ്യക്തമാക്കിയിരിക്കുന്നത്. സർക്കുലർ വരുന്നതിന് മുമ്പ് ഇന്ത്യയിലെത്തിയ ചരക്കുകൾ നടപടിക്രമങ്ങൾ പാലിച്ച് കടത്തിവിടാമെന്നും സർക്കുലറിൽ പറയുന്നു. ഈ നടപടി ബംഗ്ലാദേശിന്റെ കയറ്റുമതി മേഖലയെ സാരമായി ബാധിക്കും. ഭൂട്ടാൻ, നേപ്പാൾ, മ്യാൻമാർ തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതിയിൽ ഇന്ത്യയെ ആശ്രയിച്ചിരുന്ന ബംഗ്ലാദേശിന് ഇനി ശ്രീലങ്കയോ സിംഗപ്പൂരോ പോലുള്ള മറ്റു തുറമുഖങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. ഇത് ഷിപ്പിംഗ് ചെലവ് വർദ്ധിപ്പിക്കുകയും ഡെലിവറി സമയം കൂട്ടുകയും ചെയ്യും. പ്രത്യേകിച്ച് ലോകത്തെ ഏറ്റവും വലിയ ഗാർമെന്റ് കയറ്റുമതി രാജ്യങ്ങളിലൊന്നായ ബംഗ്ലാദേശിന് ഈ തിരിച്ചടി സാമ്പത്തിക പ്രതിസന്ധി തീവ്രമാക്കും. ബംഗ്ലാദേശിന് ട്രാൻസ്ഷിപ്മെന്റിന് അനുമതി നിഷേധിച്ചതോടെ ഇന്ത്യയിലെ കയറ്റുമതി കമ്പനികൾക്ക് പ്രയോജനം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. ഇന്ത്യയിൽ നിന്നുള്ള തുണിത്തരങ്ങൾ, പാദരക്ഷകൾ, ആഭരണങ്ങൾ തുടങ്ങിയവ കയറ്റുമതി ചെയ്യുന്നവർക്ക് ഇത് കൂടുതൽ പ്രയോജനം ചെയ്യും. നിലവിൽ ഇക്കാര്യത്തിൽ ബംഗ്ലാദേശുമായി ഇന്ത്യൻ കമ്പനികൾ മത്സരത്തിലായിരുന്നു. 4 ദിവസത്തെ ചൈന സന്ദർശനത്തിനിടെ ബംഗ്ലാദേശിൽ കൂടുതൽ ഉൽപാദനവും നിർമ്മാണ മേഖലയിലും നിക്ഷേപം നടത്താനും വിപണനവും ചരക്കുനീക്കവും ത്വരിതപ്പെടുത്താനും യൂനുസ് ചൈനയെ ബംഗ്ലാദേശിലേക്ക് ക്ഷണിച്ചിരുന്നു. സാമ്പത്തികമായി തകരുകയും ഇന്ത്യയുമായി ബന്ധം വഷളാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് യൂനുസ് ചൈനയിലേക്ക് പോയത്. ചൈനീസ് സഹായം ഉറപ്പാക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി ചൈനയ്ക്ക് മുന്നിൽ ഇത് വലിയ സാധ്യതകളാണ് തുറന്നിടുന്നതെന്ന് സ്ഥാപിക്കാനാണ് മുഹമ്മദ് യൂനുസ് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ പരാമർശിച്ചത്. ബംഗ്ലാദേശിൽ അധികാരത്തിലെത്തിയ ഇടക്കാല സർക്കാർ ഇന്ത്യയുമായി സൗഹാർദ്ദപരമായ ബന്ധം പുലർത്തുന്നതിൽ പരാജയപ്പെട്ടതും ട്രാൻസ്ഷിപ്മെന്റ് സൗകര്യം റദ്ദാക്കിയ തീരുമാനത്തിന് കാരണമായി. മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ചൈനയുമായി സഹകരണം ശക്തമാക്കുന്നതും പാകിസ്ഥാനുമായി അടുക്കുന്നതും ഇന്ത്യ ഗൗരവമായാണ് കാണുന്നത്.